ഈ 7 സ്റ്റേജുകളുള്ള കമ്പനികൾ മാത്രമാണ് എന്ത് ചെയ്യുക, പീപ്പിൾ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് സിസ്റ്റം ഡ്രിവണിലേക്ക് പോകുള്ളൂ. നമ്മളില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇല്ല. നമുക്ക് ലയൺ ആവണമെന്നുണ്ടെങ്കിൽ, ഈഗിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാക്ക് വിത്ത് ജയൻസ് ആൻഡ് സിറ്റ് വിത്ത് ടൈറ്റാൻ. GREENLIVES Coaching and Training Solution. ബിസിനസ് മോഡലിൽ 9 കളങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കളമാണ് കസ്റ്റമർ സെഗ്മെൻറ്റ്, രണ്ടാമത്താണ് വാല്യൂ പ്രൊപ്പോർഷൻ. ശരിക്കും ഒരു ഓണ്ടർപ്രണർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതാണ് വാല്യൂ പ്രൊപ്പോർഷനിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു നിഷ് കാറ്റഗറി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആ നിഷ് കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. നമ്മളെ കോപ്പി ചെയ്യാൻ പറ്റില്ല, അൺകോപ്പിയബിൾ ആവും, പേഴ്സണലൈസ്ഡ് ആവും. അങ്ങനെ ഒരു വാല്യൂ പ്രൊപ്പോർഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തിന് എന്തിന് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തിന് ടോപ്പ് 10 ജോയിൻ ചെയ്യണം? ഇതൊക്കെ ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റണം. എന്തിന് ഒരു കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുക്കണം, എന്തിന് ടോപ്പ് 10 മെമ്പർഷിപ്പ് എടുക്കണം, എന്തിന് ടോപ്പ് 10 പറയുന്ന പ്രൈസിന് എടുക്കണം, ഇതിന് ഇപ്പോൾ എടുക്കണം. ഈ 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോഴാണ് ആളുകൾ നമ്മളെ പ്രൊഡക്റ്റും സർവീസ് വാങ്ങുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി വാല്യൂ പ്രൊപ്പോർഷൻ എന്നുള്ളതുകൊണ്ട്. അതിൽ നിന്ന് നമ്മൾ USP കണ്ടെത്തണം, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോർഷൻ. ഇതാണ് ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്ലോബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു USP ഉണ്ടാവണം നമ്മുടെ ബിസിനസ്സിൽ. എന്ത് വേണം? ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവണം, ഒരു മൈക്രോ നിഷ് ഉണ്ടാവണം. പിന്നെ ലാസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടോ ബിസിനസ്സിൽ? ഡു യു ഹാവ് എ സിസ്റ്റം ഇൻ യുവർ ബിസിനസ്? അതായത് ബിസിനസ്സിൽ പറഞ്ഞാൽ 7 ഫംഗ്ഷൻസ് ആണ് ബിസിനസ് ആണ്. മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടോ, സെയിൽസിൽ സിസ്റ്റം ഉണ്ടോ, ഓപ്പറേഷൻസിൽ സിസ്റ്റം ഉണ്ടോ, അക്കൗണ്ട്സിൽ സിസ്റ്റം ഉണ്ടോ, ആൻഡ് R&D ഉണ്ടോ? ഡു യു ഹാവ് എ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്? ആൻഡ് ഡു യു ഹാവ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ സിസ്റ്റം പ്രോസസ്സ് ഉണ്ടോ? ആൻഡ് ഡു യു ഹാവ് HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സ് ഉണ്ടോ? ഈ 6 കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് ബിസിനസ് ഓണർ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 7ാമത്തെ കോളത്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് എന്ത് ചെയ്യുള്ളൂ, ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ആവുള്ളൂ. അതിന് 7 സ്റ്റേജ് ഉണ്ട്. ആ 7 സ്റ്റേജ് ഞാൻ ആദ്യത്തെ ടോക്കിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോർ പർപ്പസ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോർ വാല്യൂസ്. കോർ പർപ്പസ് ആൻഡ് കോർ വാല്യൂസ് ആണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഡിസ്റ്റൻറ്റ് ഡ്രീം ഉണ്ടാവണം, ഒരു 10 ഇയർ ഡ്രീം ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? 3 to 5 ഇയർ കോൺക്രീറ്റ് ഡ്രീമിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം? 1 ഇയർ ഡ്രീമിലേക്ക് കൊണ്ടുവരണം. 1 ഇയർ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഉണ്ടാവണം, ഓർഗനൈസേഷനും ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ KRA സെറ്റ് ചെയ്യണം, കീ റിസൾട്ട് ഏരിയാസ് ഓരോ ടീം മെമ്പർക്കും കൊടുക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ KPI ഉണ്ടാക്കണം. KPIയിൽ നിന്ന് എന്ത് വേണം? നമ്മൾ SOP ഉണ്ടാക്കണം. ഇതാണ് 7 സ്റ്റേജസ്. ഈ 7 സ്റ്റേജുകളുള്ള കമ്പനികൾ മാത്രമാണ് എന്ത് ചെയ്യുക, പീപ്പിൾ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് സിസ്റ്റം ഡ്രിവണിലേക്ക് പോകുള്ളൂ. ടോപ്പ് 10 ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ഓണ്ടർപ്രണേഴ്സും പീപ്പിൾ ഡ്രിവൺ ആണ്. ഒരാൾ പോലും സിസ്റ്റം ഡ്രിവൺ ആയിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് അറിയില്ല. സിസ്റ്റം ഡ്രിവൺ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റാത്തത്. വന്നാൽ തന്നെ നമുക്ക് ഇവിടെ വരാതിരിക്കും ഇരിക്കാൻ പറ്റാത്തത്. നമ്മളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഇവിടെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 30 നമ്മൾ ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിപ്പോഴും എന്താണ്, സിസ്റ്റം ഡ്രിവണിലേക്ക് മാറിയിട്ടില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പീപ്പിൾ ഡ്രിവൺ. പീപ്പിൾ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കമ്പനിയിൽ നിങ്ങൾ തന്നെയാണ് ചീഫും, നിങ്ങൾ തന്നെയാണ് ചീഫും. ചീഫും നമ്മളാണ്, ചീഫ് നമ്മൾ തന്നെയാണ് മുതലാളി, നമ്മൾ തന്നെയാണ് ചീഫ്. നമ്മളിപ്പോൾ പിയൂണിൻ്റെ പണിയെടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ എന്താണ്ടാവും, ഒരു ടെലിമാർക്കറ്റർ പണിയെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് പല ആളുകൾക്കും എന്താ വേണ്ടത്, നമുക്ക് വെനസ്ഡേയിൽ എന്താ പറ്റുന്നത്, ഇവിടെ വരാൻ പറ്റാത്തത്, മെമ്പർഷിപ്പ് എടുത്തിട്ട് വരാൻ പറ്റുന്നത്. എന്താണ്, യു ആർ നോട്ട് ഫ്രീ ഫ്രം ദ ബിസിനസ്. നിങ്ങൾ ബിസിനസ് എന്ന് എന്തല്ല, ഫ്രീ അല്ല. നമ്മൾ ആക്ച്വലി സെൽഫ് എംപ്ലോയി കാറ്റഗറിയാണ്. സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള ഒരു ഓണ്ടർപ്രണർക്ക് ഒരിക്കലും എന്താ പറ്റില്ല, ഗ്ലോബൽ ലെവലിലേക്ക് പോകാൻ കഴിയില്ല. ഗ്ലോബൽ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. നമ്മളെല്ലാവരും ഒരു ചക്രവ്യൂഹത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇല്ല. നമ്മളില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ ആളില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിന് ഫ്രീ അല്ല, നമുക്കൊന്ന് ഹെഡ്ജിന് പോയാൽ നമ്മുടെ ബിസിനസ് കൂട്ടുന്ന അവസ്ഥ. അതാണെങ്കിൽ എന്താണ്, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ പീപ്പിൾ ഡ്രിവൺ ബിസിനസ്. നിങ്ങളെ കമ്പനിയിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, സ്വന്തം കമ്പനിയിൽ നമ്മളൊരു ജോലി വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളില്ലാതെ നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി യു ആർ ഇൻ എ ചക്രവ്യൂ. കേരളത്തിലെ 95% ഓണ്ടർപ്രണേഴ്സ് ആ കാറ്റഗറിന് ശരിക്കും പറയില്ല. ദേ ആർ ആക്ച്വലി സെൽഫ് എംപ്ലോയീസ് അക്കോർഡിംഗ് ടു റോബർട്ടോ കിയോസക്കി തിയറി അനുസരിച്ച് 4 ഗോളാണ് ഉള്ളത്. 1 എംപ്ലോയി, 2 സെൽഫ് എംപ്ലോയി, 3 ബിസിനസ് ഓണർ, 4 ഇൻവെസ്റ്റർ. ഈ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ക്യാഷ് ഉണ്ടാക്കിയ ആൾക്കാർ. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എന്താണ്, സെൽഫ് എംപ്ലോയി കാറ്റഗറിയാണ്. സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് സെൽഫ് എംപ്ലോയീസ് ആണ്, എഞ്ചിനീയേഴ്സ് സെൽഫ് എംപ്ലോയീസ് ആണ്, മേ ബി ചാർട്ടേഡ് അക്കൗണ്ടന്റ് സെൽഫ് എംപ്ലോയി ആണ്. ബിസിനസ്സുകാരനും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരും മഹാഭൂരിപക്ഷം എന്താണ്, സെൽഫ് എംപ്ലോയി ആണ്. കേരളത്തിലെ ടോപ്പ് ബിസിനസ്സുകാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
മിക്കപ്പോഴും നമുക്ക് കാണാൻ പറ്റും മൾട്ടി ബില്യണേഴ്സ് ബിസിനസ്സുകാരൊക്കെ തൃശ്ശൂരാണ്. കാരണം അവരൊക്കെ ബിസിനസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കെയിലബിൾ ലെവലിലേക്കോ അല്ലെങ്കിൽ സെയിലബിൾ ലെവലിലേക്കോ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് ഈ ഓൺട്രപ്രണോറിയൽ ചക്രവ്യൂഹം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ 7 സ്റ്റെപ്പിലൂടെ പോയാൽ മാത്രമാണ്, 7ാമത്തെ സ്റ്റെപ്പൊക്കെ എത്തുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു പീപ്പിൾ ഡ്രിവൺ ബിസിനസ്സിൽ നിന്ന് ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ്സിലേക്ക് നമുക്ക് പോകാറ്റുള്ളൂ. സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡാറ്റ ഡ്രിവൺ ആക്കണം. ഡാറ്റ ഡ്രിവൺ നിന്ന് പിന്നെ എന്ത് ചെയ്യണം, അതിനെ കൾച്ചർ ഡ്രിവൺ ആക്കണം. കൾച്ചർ ഡ്രിവൺ നിന്ന് പിന്നെ എന്ത് ചെയ്യണം, കളക്റ്റീവ് കോൺഷ്യസ് ഡ്രിവണിലേക്ക് എത്താം. ഇതാണ് അതായത് ഓട്ടോ പൈലറ്റ് ആവാന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓട്ടോ പൈലറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഓട്ടോ ട്രാൻസ്ഫോർമേഷൻ ഗ്രോത്ത് ആണ്. പിന്നെ 3 സ്റ്റേജ് ഉണ്ട് ഓൺട്രപ്രണർഷിപ്പിൽ, ഓൺട്രപ്രണർഷിപ്പ് മാസ്റ്ററിയിൽ ഓട്ടോ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജേണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ തോട്ടിലേക്ക് ചില ചോദ്യങ്ങൾ ഇട്ട് തരിക എന്നുള്ളതാണ് ലയൺസ് ടോക്കിൻ്റെ ഉദ്ദേശം. നമ്മൾ കഴിഞ്ഞ ടോക്ക്, അത് മുമ്പത്തെ ടോക്കിൽ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്താണ്. കഴിഞ്ഞ ടോക്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ ഗ്ലോബൽ ഓൺട്രപ്രണർ യു ഹാവ് ടു ഫോക്കസ് ഓൺ 4 കോർ ഏരിയാസ്. ഒരു ഗ്ലോബൽ ചേഞ്ചർ ആവണമെങ്കിൽ, ഒരു ഹിസ്റ്ററി മേക്കർ ആവണമെന്നുണ്ടെങ്കിൽ 4 ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ ഐക്യു എന്ന് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റലൈസേഷൻ ഐക്യു, നിങ്ങളുടെ ഐക്യുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ അക്കോർഡിംഗ് ടു ഹാർവാർഡ് ബിസിനസ് സ്കൂൾ റിവ്യൂ, ഹാർവാർഡിൻ്റെ റിവ്യൂ അനുസരിച്ചിട്ട് ഇഫ് യു വാണ്ട് ടു ബി എ ജീനിയസ്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് മാസ്റ്ററി ഇൻ എനി ഫീൽഡ്, ഇൻ എനി പെർട്ടിക്കുലർ ഫീൽഡ്, യു ഹാവ് ടു ഇൻവെസ്റ്റ് 10,000 hours in that craft. 10,000 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒരു ഫീൽഡിലും എന്താൻ പറ്റില്ല, മാസ്റ്ററി കൈവരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ജീനിയസ് ആകാൻ പറ്റില്ല, നമുക്ക് എക്സ്പേർട്ട് ആകാൻ പറ്റില്ല. ആരെങ്കിലും ഏതെങ്കിലും ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ് 10,000 hours in that particular craft. അതായത് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ഐക്യു എന്നുള്ള പോയിന്റിൽ പറയുന്നത്. അതുപോലെ തന്നെ യു ഡോണ്ട് ഗെറ്റ് ലൈക്ക്, യു മേക്ക് യുവർ ലെഗ് ആൻഡ് യു ബിക്കം യുവർ അസോസിയേഷൻ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയായിരുന്നു, ഇഫ് യു വാണ്ട് ടു ബി എ ലയൺ you have to associate with lions. If you want to fly like an eagle, you have to associate with the eagles. നമുക്ക് ലയൺ ആവണമെന്നുണ്ടെങ്കിൽ, ഈഗിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാക്ക് വിത്ത് ജയൻസ്. ബിസിനസ്സിൽ ടോക്കാണ് അത്, വാക്ക് വിത്ത് ജയൻസ് ആൻഡ് സിറ്റ് വിത്ത് ടൈറ്റാൻസ്. നമ്മൾ ലയൺസിൻ്റെ കൂടെ അല്ലെങ്കിൽ ടൈറ്റാൻസിൻ്റെ കൂടെ, ജയൻസിൻ്റെ കൂടെ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ അസോസിയേഷൻ നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. GREENLIVES Coaching and Training Solution.